ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേണ്ട വൈകുന്നേരത്ത് ഞാനും ഏട്ടനും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഏട്ടൻ ഇന്ന് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് ചായ കുടിക്കാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. നമ്മുടെ നാട്ടിലൊരു ദോശക്കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയും തോന്നുന്നു. അപ്പോൾ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ വെറൈറ്റി മസാല ദോശയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ പരിചയത്തിലത്തെ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യലൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ചിക്കൻ മസാല ദോശ, ബീഫ്, പിന്നെ മഷ്റൂം, അങ്ങനെ പൊടി ദോശ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് വെറൈറ്റിക്ക് പിടിച്ചു, പിന്നെ ഒന്ന് ഏട്ടന് ഇഷ്ടപ്പെട്ടതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ പോസ്റ്റ് സ്റ്റാൻഡ് വന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് ലേറ്റ് ആയിട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ 4 മണി ആയ ചായ കുടിക്കൽ ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നൈസായിട്ട് അത് കുറച്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ബീഫും മസാല ദോശയും, ഏട്ടൻ പൊടി ദോശ, അതായത് പൊടി മസാല ദോശയും കൂടിയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതേണ്ട നല്ല ബീഫായിരുന്നു കേട്ടോ ഉള്ളിൽ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഏട്ടൻ്റെ മസാല ദോശയാണ് കേട്ടോ. നമ്മൾ മസാല ദോശ എന്ന് പറയുമ്പോൾ ആരും മസാല കിട്ടണമല്ലോ. അപ്പോൾ ഇത് ബീഫായതുകൊണ്ട് ബീഫിൻ്റെ ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നൈസായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഏട്ടൻ്റെതാണ് കുറച്ചുകൂടെ നല്ലത്. എനിക്ക് ബീഫിനെ കാണാം, അതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതേണ്ടേ ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട്. ഇപ്പം നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇതുപോലെ വെറൈറ്റി മസാല ദോശയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. ചില ആൾക്കാരുണ്ടാവില്ല മസാല ദോശ ലവേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ.